2500 രൂപ ഞാൻ തരാൻ പറയാം. 500 എനിക്ക് തരണം കേട്ടോ. നിങ്ങൾ തരില്ലേ? കമ്മീഷൻ ബേസിലാണ് എല്ലാം ഓടുന്നത്. ഊണിന് വരെ കമ്മീഷൻ ഉണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പിടിച്ചത്. ഊണിന് എത്ര ചെറിയ കമ്മീഷനാ? ഒരു ഊണിന് 60 രൂപ കമ്മീഷൻ. അപ്പോൾ ഊണ് എത്രയാ? ഈ കുന്നമംഗലത്ത് നടന്ന സംഭവമാണ്. താങ്കൾ തന്നെ പറയുന്നുണ്ട് ഇലക്ഷൻ സമയത്ത് നല്ല രീതിയിലേക്ക് പണം അടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ പണം അവിടെ പോകുന്ന ഊണിന് അവിടെ ചെന്ന് ഊണ് കഴിക്കുമ്പോൾ 110, 140 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ നിന്ന് ഒരാൾ ചോദിച്ചത് ബില്ല് കൊടുത്താൽ മതിയല്ലോ. അല്ല 110. സാറേ ഞങ്ങൾക്ക് അത്രയും കിട്ടൂല. ശോഭാ സുരേന്ദ്രനെ ശരിക്കും പാലക്കാട് തോൽപ്പിച്ചതാണോ എൻ്റെ ചോദ്യം? അങ്ങനെ കരുതിക്കൂടെ? നല്ല സ്ഥാനാർത്ഥികളാണ്. ഇത് ഞാൻ പറയുന്നില്ല, 5 കൊല്ലം കൂടുമ്പോൾ മാമാങ്കം നടത്തി ഉള്ള കാശും മേടിച്ച് പോക്കറ്റിട്ട് പോകേണ്ട ഒരവസ്ഥ. താങ്കൾ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഒരു കാരണവശാലും കേരളത്തിലെ BJP പച്ച പിടിക്കാനല്ല നന്നാവാൻ വേണ്ടി പോകുന്നില്ല. ഉടനെ ഒന്നും ശരിയാവില്ല. മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ പണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു പീഡിക മുറി നോക്കിയാൽ, ഒരു കടമുറി നോക്കിയാൽ ആദ്യം പോയി നോക്കുന്നത് പണിക്കരെടുത്താണ്, അല്ലെങ്കിൽ പൂജ ചെയ്യാൻ വേണ്ടി പണിക്കരെടുത്താണ്. ആ പണിക്കരുടെ അനിയന് ആ പീഡിക മുറി ഇഷ്ടപ്പെട്ട പണിക്കർ അനിയനോട് പറയും, മോനെ ആ സാധനം പോയി എടുത്തോ, ഇത് നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് ഇവനെ തള്ളിക്കളയും. മുസ്ലിം സമുദായം ശരിക്കും ഏക ദൈവം എന്നുള്ള കണ്ടീഷനിലേക്ക് ഇടുകയാണ്. അതിന് മാത്രമല്ല, ഒരു വാക്ക് മാത്രം കണ്ടുവെക്കുക. അതായത് മുസ്ലിം സമുദായത്തിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, ക്രിസ്ത്യൻ സമുദായത്തിന് ഞായറാഴ്ച അമ്പലങ്ങൾ ചർച്ചിൽ പോകണം, കുർബാനയുണ്ട്. ഹിന്ദു സമുദായത്തിന് അങ്ങനെ ഒരു സാധനമില്ല. സാധനം ഉണ്ടായിരുന്നു, അത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ല? അല്ല അങ്ങനെ പറയുന്നത്, അത് ഇല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ BJPക്ക് ഇവിടെ അടിസ്ഥാനപരമായിട്ട് എത്ര ശതമാനം വോട്ടുണ്ടെന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ 30% വോട്ടുണ്ട്. എവിടെ? ഈ കേരളത്തിലുണ്ട്. പക്ഷേ എവിടെ ആ കാരണം ഇവർക്ക് വാങ്ങിക്കാൻ ഇവർക്ക് പറ്റിയ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ BJP നേതൃത്വം ഇത്തരം രീതിയിലേക്കാണ് പെരുമാറുന്നത്. അതായത് അടിച്ചമർത്ത എന്നുള്ള രീതിയിലേക്കാണ് പെരുമാറുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെ ശരിക്കും പാലക്കാട് തോൽപ്പിച്ചതാണോ എന്ന് എൻ്റെ ചോദ്യം? അങ്ങനെ കരുതിക്കൂടെ? അല്ല ഞാൻ ഇവിടെ അവരെ മത്സരിച്ച് എല്ലായിടത്തും വോട്ട് കൂട്ടുക ചെയ്ത്. അതായത് ആറ്റിങ്ങിലാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, എല്ലായിടത്തും വോട്ട് കൂട്ടിയത്. ഒരു സ്ഥലത്ത് അവർ നിർത്തിയിട്ടേ ഇല്ല. അവരെ ഇങ്ങനെ ഓടിക്കരുത്. ഒരു മണ്ഡലത്തിൽ ഒരു നേതാവ് കേന്ദ്രീകൃതമായി കഴിഞ്ഞാൽ 10 വർഷം 15 വർഷം കൊണ്ടാണ് അവിടെ അവർക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതിന് ഉദാഹരണമാണ് മറ്റേ പുതിയതായിട്ട് ഒരു MLA വന്നത്, ഗോപൻ. എവിടെ? പാലക്കാട് അല്ല, കൊല്ലത്ത്. അദ്ദേഹം വർക്ക് ചെയ്തുണ്ടാക്കിയതാണ്. ഒരു സ്ഥലത്ത് ആരും ശ്രദ്ധിക്കാതെ അത് ചെയ്യാൻ. അദ്ദേഹം ജയിക്കുമെന്ന് പോലും ആരും വിചാരിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അത്തരം രീതിയിലേക്ക് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇവിടെ തോറ്റുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ പിടിച്ച് ശരിക്കും പ്രശ്നമുണ്ടാക്കണം എന്ന് രക്ഷപ്പെടും. കാര്യം പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആളുകൾ സെലക്ട് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർ വേണം ഇതിന് നിയന്ത്രിക്കാനേ. അതല്ലാതെ ഈ വെള്ള ജുബയും വെള്ള കതറും വെള്ളം മുണ്ടും കൊടുത്തിട്ട് ഈ അനങ്ങാൻ പറ്റാത്തൊരവസരം നടക്കുന്ന നേതാക്കന്മാരല്ല കേരളത്തിന് വേണ്ടത്. ശോഭാ സുരേന്ദ്രൻ എത്രയോ, ഞാൻ ലാസ്റ്റ് തവണ വന്നപ്പോഴും അത്യാവശ്യം നല്ല ലെവലിലേക്ക് സപ്പോർട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ശോഭാ സുരേന്ദ്രൻ 100% ജയിച്ച് കയറേണ്ട ഒരു സീറ്റിലാണ് നിർത്തിയിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റ് ജയിക്കണം, എല്ലാവരും അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലേ? അതൊരു പാർട്ടിക്ക് 100% മറ്റൊരു മണ്ഡലം പോലും നോക്കിയിട്ടില്ല. ഒരു പ്രസിഡന്റ് മത്സരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കാൻ പാടില്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. കാരണം ഒരു പ്രസിഡന്റാണ് ഈ കേരളത്തിന്റെ മൊത്തം ചുമതലയുള്ള ആള്. ആ പ്രസിഡന്റ് മൊത്തം ചുമതലയുള്ള ആള് മത്സരിക്കുമ്പോൾ പിന്നെ അയാൾക്ക് മാറാൻ പറ്റുമോ? അത് ശരിയാണോ നടപടി? എനിക്ക് അദ്ദേഹത്തിന് നല്ല താല്പര്യമുള്ള ആളാണ്, ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി അദ്ദേഹം ബാക്കിയെല്ലാം വിട്ടു എന്ന് വേണം. ക്വാളിറ്റി ഉള്ള ആളുകളെ ജയിപ്പിച്ചു വിടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ പറട്ടെ, ഇപ്പം നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരു വ്യക്തിഗത അല്ലെങ്കിൽ പാർട്ടിഗത വോട്ടില്ല. സത്യത്തിൽ വ്യക്തിഗത വോട്ടാണുള്ളത്. ഒരു മണ്ഡലത്തിനും പാർട്ടി വോട്ടില്ല. സത്യത്തിൽ ഒരു 20% വരുന്ന ഫ്ലോട്ടിംഗ് വോട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ആ 20% വരുന്ന ഫ്ലോട്ടിംഗ് വോട്ടിൽ കയ്യിലെടുക്കണമെങ്കിൽ
നല്ല സ്ഥാനാർത്ഥികൾ നിർത്തണം. ഇത് ഞാൻ പറയുന്നില്ല, 5 കൊല്ലം കൂടുമ്പോൾ മാമാങ്കം നടത്തി ഉള്ള കാശും മേടിച്ച് പോക്കറ്റിട്ട് പോകേണ്ട ഒരവസ്ഥ. അതായത് ഈ ഇലക്ഷൻ ശരിക്കും ഒരു ആഘോഷമായിട്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാശ്, മത്സരിക്കുന്ന കുറച്ച് കൂടുതൽ കാശ്, 5 കൊല്ലത്തേക്കുള്ള കാശ് ഉണ്ടാക്കി വീട്ടിൽ പോകുന്ന. താങ്കൾ തന്നെ പറയുന്നുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് നല്ല രീതിയിലേക്ക് പണം അടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ പണം എവിടെ പോകുന്ന? അല്ല, അതേ ആരോപണമാണ് ശരിക്കും പി സി ജോർജ് അടക്കം ഇപ്പോൾ ആരോപിക്കുന്നത്. അതായത് എന്റെ മണ്ഡലത്തിൽ 4 ചില്ലാൻ കോടി രൂപ ചെലവാക്കി, പക്ഷേ അദ്ദേഹത്തിന് കിട്ടാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത് ഇലക്ഷൻ ഫണ്ട് അത്രയും പാടില്ലല്ലോ. അല്ല, അത് എങ്ങനെയാണ് അത്? അല്ല, ഫണ്ട് വരുന്നു, ഫണ്ട് വാങ്ങിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ കൊടുവള്ളി മത്സരിച്ചാണ്. എൻ്റെ പാർട്ടി നേതാക്കൾ അവിടെ പിരിവെടുത്തിട്ടുണ്ട്. വെറും 50,000 രൂപ കിട്ടിയിട്ടുണ്ടോ കൊടുവള്ളിന്നേ. ഈ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണ് കൊടുവള്ളി. ഗോൾഡ് ബിസിനസ്. പിന്നെ കോറികൾ താമരശ്ശേരി. അതെ, അവിടെ എങ്ങനെ പോയാലും ഒരു കോടി രൂപ പിരിച്ചിരിക്കും. 50,000 കിട്ടിയെന്ന് പറഞ്ഞു. 50,000 കിട്ടിയെന്ന് പറഞ്ഞു. താങ്കൾക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് അന്നത്തെ കാലത്ത് അവർ ഇട്ടത് 7 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കും. അപ്പൊ 50,000 രൂപ പിരിച്ചു എന്നാ പറഞ്ഞേ. പക്ഷെ അവിടെ കൊടുവള്ളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ എന്നുള്ള ഇതുമായിട്ട് അറിയുന്ന രീതിയിലേക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഫണ്ട് വരാൻ സാധ്യതയുള്ള വന്നല്ലേ ഒക്കുള്ളൂ. താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഇത്രയും കോറികളുണ്ട്, ഇത്രയും ഗോൾഡ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ പിരിവ് 50,000 രൂപയാണ് BJP പോലത്തെ ഒരു നാഷണൽ പാർട്ടി കിട്ടാൻ നിൽക്കുന്നുണ്ട്. ഇല്ല, അതെനിക്കും കൃത്യമായി പറയാൻ കഴിയും. കേരളത്തിലെ മാറ്റി മറ്റുള്ള ഇതില്ല. ഞാൻ ഇതിപ്പം കാശ് പോയി എന്ന് പറഞ്ഞാൽ BJPക്ക് ദോഷം. കാശ് പോയില്ല എന്ന് ദോഷം. ഇത് മട്ടലിൽ ചവിട്ടി വരും. അവിടെ ചവിട്ടുമ്പോൾ ഇവിടെ പൊന്നു, ഇവിടെ ചവിട്ടുമ്പോൾ സംഗതി പോയി എന്നുള്ളത് ഉറപ്പ്. പണം പോയി എന്നുള്ളത് ഉറപ്പ്. പി സി ജോർജ് പറയും മറ്റവൻ കാറെടുത്തു, ഇത് കാറെടുത്തു. വല്ലാത്ത രീതിയിലേക്കുള്ള സംഭവമാണേ. ഞാൻ തിരിച്ചു ചെറിയ കാര്യം പറഞ്ഞുതരാം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഒരു കാറ് വാടക എടുക്കുക ഇതിന് ഓടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാറിൻ്റെ റേറ്റ് ആക്ച്വലി 2,000 രൂപയാണ് പെർ ഡേ. 2,500 രൂപ ഞാൻ തരാന്ന് പറയാം. 500 എനിക്ക് തരണം കേട്ടോ. നിങ്ങൾ തരില്ലേ? കമ്മീഷൻ ബേസിലാണ് എല്ലാം ഓടുന്നത്. ഊണിന് വരെ കമ്മീഷൻ ഉണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പിടിച്ചത്. ഊണിന് എത്ര ചെറിയ കമ്മീഷനാണ്? ഒരു ഊണിന് 60 രൂപ കമ്മീഷൻ. അപ്പോൾ ഊണ് എത്രയാ? ഈ കുന്നമംഗലത്ത് നടന്ന സംഭവമാണ്. ഊണ് എത്രയാ അവർ പർച്ചേസ് ചെയ്യുന്നത്? ഊണിന് അവിടെ ചെന്ന് ഊണ് കഴിക്കുമ്പോൾ 110, 140 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ നിന്ന് ഒരാൾ ചോദിച്ചു, ബില്ല് കൊടുത്താൽ മതിയല്ലോ. അല്ല, 110. സാറേ, ഞങ്ങൾക്ക് അത്രയും കിട്ടൂല. നമുക്ക് 60 രൂപ കിട്ടുള്ളൂ എന്നുള്ള സാധനത്തിലേക്ക് ഈ സാധനം പ്രസ്ഥാനം കേരളത്തിലെ പ്രസ്ഥാനം പോയി. എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട്. പക്ഷെ BJPയുടെ ഇപ്പം പെട്ടെന്ന് പുറത്തു വന്നു. കാശ് കൂടുതലുള്ളതുകൊണ്ട്. മറ്റൊന്നും കാശ് അത്ര ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ. ഇതുകൊണ്ട് അവരുടെ കയ്യിൽ മാത്രം കാശ് വരണേ. അതൊരു ചോദ്യം കേട്ടോ ഞാൻ ചോദിക്കുന്നത്. അത് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് കാശ് കിട്ടില്ലേ? കിട്ടും. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. പമ്പുകാരനുണ്ട്, വേണ്ടേ? സെൻട്രൽ ഗവൺമെൻറ് സ്കീം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. സെൻട്രൽ ടാക്സ് അടയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കുണ്ട്. അങ്ങനെ വരുമ്പം ഭരിക്കുന്ന പാർട്ടിയുടെ എന്തായാലും അത് ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ CPM ഭരിക്കുകയാണെങ്കിൽ CPMന് കൂടുതൽ ഫണ്ട് കിട്ടും. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഫണ്ട് കിട്ടും. കാരണം അത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കൈക്കൂലി തന്നെയാണ്. അതല്ലാതെ പറയാൻ പറ്റില്ല. അതില്ലാതെ ഒരു ഇലക്ഷനും ഓടുകയൊന്നുമില്ല. താങ്കൾ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഒരു കാരണവശാലും കേരളത്തിലെ BJP പച്ച പിടിക്കാനല്ല നന്നാവാൻ വേണ്ടി പോകുന്നില്ല. ഉടനെ ഒന്നും ശരിയാവില്ല. ഒരു പ്രതീക്ഷയില്ല. എപ്പോൾ ശരിയാവും? അടിസ്ഥാനപരമായിട്ട് ഉഴുത് മറിച്ച് ഉയർന്നു വന്ന ആരെങ്കിലും വരുമ്പോൾ ശരിയാവും. അതെപ്പോൾ വരും? ഒരു പ്രതീക്ഷയില്ല. ഇല്ല. താങ്കൾ എടുത്തു പറഞ്ഞ പോലെ താങ്കൾക്ക് ഇത് നഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ, ലാഭം സംഭവിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് സിനിമക്കാർക്കൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നഷ്ടം. സുരേഷ് ഗോപിക്ക് നഷ്ടം സംഭവിച്ചു. സുരേഷ് ഗോപിക്ക് ഉള്ള ചാൻസ് പോയി. അദ്ദേഹത്തിന് ഒരു ഉദ്ഘാടനം പോലും കിട്ടില്ല. പോയി. ഇല്ല, അദ്ദേഹത്തിന് വരുമാനത്തിന്റെ എല്ലാ മാർഗവും അടഞ്ഞു പോയി. അതായത് സുരേഷ് ഗോപി എന്നുള്ളൊരു നടന് ശരിക്കും ഒരു ഇനോഗ്രേഷൻ. ഇപ്പം കഴിഞ്ഞ എൻ്റെ 3 വർഷം അദ്ദേഹം ഒന്ന് പൊന്തി വന്നതാ. ഒരു 4-5 കോടി രൂപ സാലറി മേടിക്കുന്ന ലെവലിലേക്ക് എത്തി. പടങ്ങൾ വിജയിച്ചു. ആ സമയമാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ വരുമാനം കുറയപ്പോൾ നമുക്കൊക്കെ വിഷമം. എന്താ അറിയോ?
അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഒരു കുടുംബത്തിനൊരു ആവശ്യം വന്നാൽ രണ്ട് കൽപ്പിച്ച് വിളിക്കുക, സുരേഷേട്ടാ എനിക്ക് ഇത്തിരി ഈ കുടുംബത്തിന് ഇത്തിരി പണം ഇടണേ എന്ന് പറഞ്ഞാൽ ഇടുന്ന ആ പണമാണ് നഷ്ടമായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങർക്ക് വരുമാനമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാവും. പരിപാടി നിൽക്കും. അതായത് വയസ്സിന്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കാലഘട്ടം കഴിഞ്ഞു പോയില്ല. അതെ അതെ. അങ്ങനെ വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് എന്താണ് ഭാവിയുള്ളത്? അദ്ദേഹം കൈക്കൂലി മേടിക്കൂല, അദ്ദേഹം തീരും. ഇതേ അവസ്ഥ ബാക്കി ഇപ്പം ദേവൻ വന്നു. ദേവനെ അല്പസ്വല്പം എല്ലാവരും സിനിമയിൽ വിളിച്ചുകൊണ്ട് വന്നതാണ്. BJP വന്നാൽ പറയും ആ ചങ്ങാതി വിളിക്കണ്ട, ചാണകമാണ് വിളിക്കേണ്ട. കാരണം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സുഡാപ്പികളാണ്. സിനിമയിലൊക്കെ എല്ലാവരും ഇല്ലേ സമ്പത്തുള്ളതും ഇതുപോലെ നിങ്ങൾ മട്ടാഞ്ചേരി മാഫിയ ആരായില്ല. സമ്പത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതല്ലേ. സമ്പത്ത് ആരുടെ കൂടുതലുള്ളത്? എല്ലാവരും അല്ലെ. വിനയുണ്ട്, മറ്റുള്ള പല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. സിനിമക്കാരല്ല പറയുന്നത്, സിനിമക്കാരല്ല, നിർമ്മാതാക്കളെ പറയുന്നത്. നിർമ്മാതാക്കൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് സമുദായത്തിനാണ്? ഏത് സമൂഹത്തിനാണ്? മുസ്ലിം സമുദായത്തിന് ആണല്ലോ. അവർ സംഖ്യകൾ അടുപ്പിക്കൂ. പക്ഷെ വേറെ വിഷയമുണ്ട്. ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഞാൻ പറയാം. അതായത് അത് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത് സംസാരിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും അത്. അതായത് മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ പണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു പീഡിക മുറി നോക്കിയാൽ, ഒരു കടമുറി നോക്കിയാൽ ആദ്യം പോയി നോക്കുന്നത് പണിക്കരെടുത്താണ്, അല്ലെങ്കിൽ പൂജ ചെയ്യാൻ വേണ്ടി പണിക്കരെടുത്താണ്. ആ പണിക്കരുടെ അനിയന് ആ പീഡിക മുറി ഇഷ്ടപ്പെട്ട പണിക്കർ അനിയനോട് പറയും മോനെ ആ സാധനം പോയി എടുത്തോ, ഇത് നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് ഇവനെ തള്ളിക്കളയും. മുസ്ലിം സമുദായം ശരിക്കും ഏകദൈവം എന്നുള്ള കണ്ടീഷനിലേക്ക് ഇടുകയാണ്. അതിന് മാത്രമല്ല ഞാൻ അംഗീകരിച്ചില്ല. അന്ധവിശ്വാസം അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഉണ്ട്. ഇപ്പം തങ്ങന്മാരെ കാണാതെ ഒരാൾ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു വിഭാഗം ആളുകളാണ്. അത് പൂർണ്ണ വിഭാഗം എന്ന് പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെയല്ല എൻ്റെ ബിസിനസ്. ഞാൻ പറഞ്ഞതാ, തിരിച്ച് ചെയ്യാൻ ബിസിനസ് പേര് പറയാൻ പറ്റില്ല മാത്രം. ഇവിടെ ഏറ്റവും നല്ല പുട്ടുകൂടി ഇറക്കി കൊണ്ടിരുന്ന ആരാണ്? നിറ പറയാം, ആ പേര് ഞാൻ പറയാം. നല്ല ബിസിനസ് ആയിരുന്നു. അപ്പൊ ഒരു വേറെ പുട്ടുകൂടി വന്നു, അജിമി വന്നു, എന്താ പള്ളിയിൽ നിന്നാണ് നിർദ്ദേശം കൊടുത്തത്, നിങ്ങൾ ഇനി അത് ആദ്യം വാങ്ങിക്കും. പക്ഷെ പള്ളിയിൽ നിന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാൻ കഴിയും. പിന്നെന്താ അത്തരം ഒരു സംഭവം അല്ല. ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പള്ളിയെ കുറിച്ച് വല്ല അറിയോ? ഇല്ല. എല്ലാ വെള്ളിയാഴ്ച ജുമ എടുക്കുന്നതിനാ ജുമാല ആ വാർഡിലെ മുഴുവൻ ആൾക്കാർ പള്ളിയിൽ എത്തണം. 99% വരാത്തുണ്ടാവുള്ളൂ, 99%. രാഹുൽ ഈശ്വർ. അപ്പൊ അവിടെ രാഹുൽ ഈശ്വരനെ വിട്ടു. മറ്റേ ഒരു വാക്ക് മാത്രം കണ്ടുവെക്കുക. അതായത് മുസ്ലിം സമുദായത്തിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, ക്രിസ്ത്യൻ സമുദായത്തിന് ഞായറാഴ്ച അമ്പലങ്ങൾ മറ്റേ ചർച്ചിൽ പോകണം, കുർബാനയുണ്ട്. ഹിന്ദു സമുദായത്തിന് അങ്ങനെ ഒരു സാധനമില്ല. സാധനം ഉണ്ടായിരുന്നു, അത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ല? അല്ലല്ല, അങ്ങനെ പറയരുത്. അത് ഇല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാ. ഒരാൾ വിചാരിച്ചാൽ ഇല്ലാതാക്കും. പിന്നെന്താ സംശയം? കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ വൈകുന്നേരത്തെ ഹരേ രാമ എന്ന് ചൊല്ലുന്നത് ഇല്ലാതാക്കിയത്. വിളക്ക് സന്ധ്യയ്ക്ക് വെക്കരുത് എന്ന് പറഞ്ഞ് ആഘോഷം നടത്തിയത്, കോഴിയെ വെട്ടരുതെന്ന് പറഞ്ഞ് ആഘോഷം നടത്തിയത്, ഹിന്ദുവിൻ്റെ എല്ലാ ആചാരങ്ങളും അനാചാരാക്കിയിട്ട് പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ അവർക്ക് പാവിരിച്ചു കൊടുത്ത ആൾക്കാർ നിസ്കരിക്കാൻ പാവിച്ചു. 1956 ശേഷം നിങ്ങൾ അയച്ചു ഒരേ ശിക്ഷയല്ലേ രണ്ടുപേർക്ക് കൊണ്ട്. നിങ്ങളൊരു കോഴിയെ കിട്ടുന്നു നേർച്ചയായിട്ട്, ഞാൻ പശുവിനെ വെട്ടുന്നു. എന്താ വ്യത്യാസമുള്ളത്? മേത്തവൻ പശുവിനെ വെട്ടിയാൽ കുഴപ്പമില്ല,